നമസ്കാരം, നമസ്കാരം, വണക്കം, സത് ശ്രീകാൽ, നമസ്കാര, ഇങ്ങനെയൊക്കെ ചിലവർ വെച്ച് തുടങ്ങും. അപ്പം ഞാൻ ആലോചിക്കും, ഇവർക്കൊക്കെ എല്ലാം ലാംഗ്വേജൊക്കെ വല്ല പണ്ഡിതന്മാരാണെന്നുണ്ട്. ഒരു തേങ്ങയല്ല, ഒറ്റ ലാംഗ്വേജ് അറിയുള്ളൂ. ബാക്കിയൊക്കെ ഒരു വെറുതെ ഒരു ഇൻക്ലൂസീവ് സെക്യുലറിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആദ്യം നമ്മൾ ലാംഗ്വേജ് വെച്ച് തുടങ്ങാം. എല്ലാവരും പറയും മലയാളീസ് ഡോണ്ട് വേസ്റ്റ് വേർഡ്സ്. നമ്മൾ വേർഡ്സും ഇമോഷൻസും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഒരു ആ ഓ ഈ രണ്ട് സൗണ്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അടക്കും. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ഹൗ ആർ യു എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ആ അത് മതി. അല്ലെങ്കിൽ ജോലി എങ്ങനെ പോണ്, ഓ പടം എങ്ങനെ ഉണ്ടായിരുന്നു, ഓ അയാളെങ്ങനെയാ, ഓ ലൈസൻസ് കിട്ടിയോ, ഓ ഈ ഓ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സൗണ്ട് നമ്മൾ ഇടും, അത് നാട്ടിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തെറിയേക്കും. ചേട്ടാ 2 പഴംപൊരി, ഇതൊക്കെ വല്ല തമിഴ്നാട്ടിലോ വല്ലൊക്കെ പോയി കഴിഞ്ഞാൽ തെറിയേക്കും. വാട്ട് ബ്രോ, വെരി റോങ് ബ്രോ, അങ്ങനെ പറയും. പിന്നെ വേറൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ശരി, ഞാൻ ക്ലൂ പറയാം. ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ഗെറ്റ് ഇറ്റ്, പാർഡൺ മീ, എക്സ്ക്യൂസ് മീ. എന്താ സൗണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വീഡിയോ കോൺഫറൻസിലാണ്, നമ്മൾ ക്ലയന്റോ ആരോ കുറേ പേരൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഒന്ന് കാര്യം മനസ്സിലായില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും? പ്ലസ് നമ്മുടെ ഇമോഷൻസും അനാവശ്യമായിട്ട് ഇമോഷൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ ജയറാമോ ആരോ പറഞ്ഞാണ്, ഒരു കമ്പാരിസനാണ്. ഇപ്പൊ തമിഴ് സിനിമയിൽ ശിവാജി ഗണേശന്റെ അമ്മ കാല് തെറ്റി വീണു. അപ്പൊ ഡയലോഗാണ്, അമ്മ ഇപ്പടി ആയിടുത്തേ ഉനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെയാണ്. ഇവിടെ പ്രേം നസീർ, അമ്മ മരിച്ചു കിടക്കാണ്, അമ്മേ, ഇത്രേ ഉള്ളൂ, ഇത്ര മതി. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റോറിയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു ജോലിയിൽ കയറിയപ്പോൾ ഈ അതെങ്ങനെയാണോ ഒരാൾ ഹിന്ദിയിലോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇത് ക്യാരക്ടറുടെ പേര് ബൈജു ഏട്ടൻ ഒരു ആലുവക്കാരനാണ്. ഇവിടെ ആലുവക്കാരുണ്ടോ? ഇല്ല, ആലുവക്കാരില്ല. ഒരു നല്ല ഒരു ബൈജു ഏട്ടൻ ഒരു ടീം ലീഡറാണ്, ഒരു നല്ലൊരു മനുഷ്യനാണ്, മലയാളികളുടെ കണ്ണിലുണ്ണിയാണ്. അപ്പം ഞങ്ങളുടെ ടീമിൽ ബൈജു ഏട്ടൻ ഉണ്ട്, അങ്ങേരാണ് ടീം ലീഡർ. പിന്നെ കുറച്ച് തമിഴ്നാട്ടുകാരുണ്ട്, പിന്നെ മെയിനായിട്ട് ഒരു ഹിന്ദിക്കാരുണ്ട്, രോഹിത്, ഒരു ജിമ്മനൊക്കെയാണ്. ഈ രോഹിത്ത് ഹരിയാനയിൽ നിന്ന്, ഇപ്പം ഇവൻ സാധാ ഹിന്ദിയല്ല, ഹരിയാൺവി അങ്ങനത്തെ ഒരു ഹിന്ദിയാണ്. ഇത് ഏകദേശം നമ്മുടെ മലയാളത്തിൽ കണ്ണൂർ മലയാളം പോലെ എന്ന് പറയാം. കണ്ണൂർ മലയാളം കേട്ടിട്ടില്ലേ? കീഞ്ഞു പാഞ്ഞാളിഞ്ഞി എന്നൊക്കെ പറയും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഭാഷയാണ്, ഒരു ഹിന്ദി. അപ്പം ഇവന് ഹിന്ദി സംസാരിക്കാൻ ടീമിൽ ആരുമില്ല. തമിഴന്മാർക്ക് ഹിന്ദി അറിയില്ല, ഹിന്ദി പറഞ്ഞാൽ ഓടിക്കും. പിന്നെ കുറച്ച് തെലുങ്കന്മാരുണ്ട്, അവർക്ക് ഹിന്ദി വലിയ നീ ഹിന്ദി ഒന്നും വേണ്ടെന്നിട്ടുള്ള മട്ടിലാണ്. പിന്നെ ആ കൂടുതൽ നല്ലൊരു ബൈജു ഏട്ടൻ. അപ്പോൾ ഈ ബൈജു ഏട്ടൻ ഇവനെ വിളിച്ചോണ്ട് പോകും ഇടയ്ക്ക്, നീ പറയടാ മോനെ എൻ്റെ അടുത്ത് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മട്ടിൽ. അപ്പോൾ ഇവൻ ഹിന്ദിയിലൊക്കെ പറയും, എന്തൊക്കെയോ ചായ കുടിക്കുമ്പോൾ പറയും മഹാഗയ പറോട്ട കായ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങേര് വെറുതെ ബഹുത്ത് അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിടും. പിന്നെ ഒരു ദിവസം ഇവൻ ഭയങ്കര ഗൗരവമായിട്ട് എന്തോ പറയാണ്, എന്തോ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഗൗരവമായിട്ട് ഹിന്ദി പറയാണ്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ പറയണം. അപ്പോൾ ബൈജുവേട്ടന് മനസ്സിലായി ഇത് കുരിശായി. കാരണം ഇത് ഇനി ആ ഓ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മനസ്സിലാവണം. അപ്പോൾ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞ്. അപ്പോൾ ഇവന് പിന്നെ സംശയമായി തുടങ്ങി, ഇയാൾക്ക് മനസ്സിലാവുണ്ടോ എന്നിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചോദിച്ചു, ആപ്കാ റായ് ക്യാ ഹേ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ബൈജു അണ്ണന് ഐശ്വര്യ റായിനെ മാത്രമേ അറിയുള്ളൂ. അത് പറഞ്ഞിട്ടെങ്കിൽ ഇടി കിട്ടും. ഇവൻ ജിമ്മനാണ്. ഇത് മറ്റേ കിലുക്കത്തിലെ സീൻ പോലെയാണ്, മുജേ മാലൂം
ബോൽ എന്ന് പറഞ്ഞ മുജെ മാലൂം എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി. ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റമില്ല. ഇപ്പം നമ്മൾ മലയാളീസിന് ഹിന്ദിയൊക്കെ പഠിച്ചു എന്നൊക്കെ പറയും. 10 വരെ ഞാനും പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആകെ കൂടെ ഓർമ്മയുള്ളത് വത്സല ടീച്ചറുടെ എന്ത് പറഞ്ഞാലും പരന്തു 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 എന്നിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ കൂടുതൽ ഒരു വേർഡ് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് ബൈജേട്ടൻ പറഞ്ഞിട്ടും കുത്തില്ല. അപ്പോൾ അവസാനം വീണ്ടും പറഞ്ഞു ആപ്ക റായ് ക്യാ ഹേ എന്ന് പറഞ്ഞു. അപ്പം ബൈജേട്ടൻ ഒരു സൗണ്ട് ഉണ്ടാക്കി, ഗ്യാ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഹിന്ദിയിലെ മനസ്സിലായത്. അതോടെ അവനൊരു കാര്യം പിടികിട്ടി, ഇങ്ങേർക്ക് ഹിന്ദി ഒന്നും അറിയില്ല, ഇത് ഹിന്ദി ഇവിടെ വെച്ച് നിർത്തി. പിന്നെ ഈ രോഹിത്ത് മലയാളമൊക്കെ പഠിച്ചു എന്നാണ് കേട്ടത്. പിന്നെ ബൈജുട്ടനെ കണ്ടിട്ട് ബൈജു ചേട്ടാ അച്ഛാ ഹേ സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മലയാളം പഠിച്ചു. സോ ഇതാണ് നമ്മുടെ ഒരു മലയാളീസിൻ്റെ ചില സൗണ്ട്, ചെറിയ ചെറിയ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കുകയില്ല, ചെറിയ സൗണ്ടിൽ കുറേ കമ്മ്യൂണിക്കേഷൻ ചെയ്യണത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ എത്ര പേര് കോഴിക്കോടുണ്ട്? കോഴിക്കോട് ഇത് കോഴിക്കോടിൽ നിന്ന് ഞാൻ കേട്ട ഒരു സ്റ്റോറിയാണ്. കോഴിക്കോടിന് അടുത്തൊരു സ്ഥലമുണ്ട് കല്ലായി. കല്ലായി കടപ്പുറമൊക്കെ ഉണ്ട്. സോ കല്ലായി ബാബുവിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഈ കല്ലായി ബാബു ഒരു വളർന്നു വരുന്ന കലാകാരനാണ്. ഒരു സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്, സദ്ഗുണ സമ്പന്നനാണ്. അങ്ങനെയൊക്കെ പുള്ളി പറയും. അങ്ങനെയൊന്നല്ല, പുള്ളി ഒരു സാധാരണ ഒരാള്. അപ്പോൾ പുള്ളി ഇങ്ങനെ നാടകവും മിമിക്രിയും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുറത്ത് ബസ് കാത്തു നിൽക്കുന്ന പാത്തുമ്മയായിട്ട് ഒരു ചെറിയൊരു അട്രാക്ഷൻ. പ്രണയമൊന്നല്ല, ഒരു ചെറിയ അട്രാക്ഷൻ. പാത്തുമ്മ ഒരു നല്ലൊരു മുഞ്ചുള്ള കുട്ടിയാണ്. ഇവനിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെറിയ നമ്പറൊക്കെ അടിച്ചിട്ട് അപ്പോൾ അവർക്ക് പാത്തുമ്മയ്ക്ക് ഒരു ചെറിയൊരു അട്രാക്ഷൻ തോന്നി. ഇവർ വെറുതെ കണ്ടുമോ ഹായ് അത്ര പറയുള്ളൂ. ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇവർ SM സ്ട്രീറ്റ്, കോഴിക്കോട് SM സ്ട്രീറ്റ്, കോഴിക്കോട് SM സ്ട്രീറ്റ് അറിയോ? കോഴിക്കോട്ടിലെ SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ അല്ലേ മാളൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഒരു 30 വർഷം മുമ്പ് തന്നെ കോഴിക്കോട്ടിൽ SM സ്ട്രീറ്റ് ഒരു മാളാണ്, എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ ഒരു ദിവസം കണ്ടുമുട്ടിയിട്ട് ഒരു പത്തിരിയും ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാത്തുമ്മ ഇയാളെ നോക്കി നിങ്ങളൊരു നാടക നടനല്ലേ, വല്ല പിച്ചക്കാരനും ഇതൊക്കെ അഭിനയിക്കാതെ വല്ല രാജാവൊക്കെ ആയിട്ട് അഭിനയിച്ചു വിട്ടുറോ എന്ന് വെച്ചു. അതിവന് ഈഗോ ഹിറ്റായി. ഇപ്പോൾ രാജാവല്ലേ, ഇപ്പോൾ ഉറക്കം വന്നില്ല. ഇനി ഇവന് ഉറക്കം വരാതെ ഈ രാജാവായിട്ട് അഭിനയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിച്ച്, പാത്തുമ്മയല്ലേ നമ്മൾ എന്തിനാ കുറയ്ക്കേണ്ടത്, അക്ബർ ചക്രവർത്തി തന്നെ ആവാം. സോ അക്ബർ ചക്രവർത്തി നാടകമൊക്കെ എഴുതി ഇവൻ ഗൗണൊക്കെ വാങ്ങിച്ചു. ഇപ്പം നാടകക്കാർ ഗൗൺ കറക്റ്റ് സൈസിൽ വാങ്ങിക്കില്ല, കാരണം കുറച്ച് വലിയ സൈസിലായിരിക്കും വാങ്ങിക്കുക. കാരണം കുറേ പേരിടണം, അവർക്ക് ഫണ്ടിങ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഗൗണൊക്കെ വാങ്ങിച്ചു. പിന്നെ നാടകം 1.5 മാസത്തിനും നാടകം അനൗൺസ് ചെയ്തു. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ വിളിച്ചു. പാത്തുമ്മേനെ വിളിച്ചു. ഫസ്റ്റ് റോയിൽ തന്നെ ഇരുത്തി. ഫസ്റ്റ് റോയിലാണ് പാത്തുമ്മ. ഇയാൾ നിൽക്കുകയാണ് ഇതുപോലത്തെ ഒരു സ്ക്രീനിൻ്റെ പുറകിൽ, കയ്യിൽ വാളുണ്ട്, ഫുള്ള് ഗൗൺ, രാജാവിൻ്റെ ചെരുപ്പ്, മറ്റേ കിരീടം എല്ലാം ഉണ്ട്. ഒരു ഫുൾ സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് നാടകത്തിൽ തിരശീല ഉയരട്ടെ. ഇതിങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഉയർന്ന തിരശീലയാണ്. ഇയാളിങ്ങനെ നിൽക്കുകയാണ്. ആ നേരത്ത് തിരശീല ഉയരട്ടെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉയർന്നപ്പോൾ ഇയാളുടെ ഗൗണിൽ ഒരു കൊളുത്ത് കുടുങ്ങി. ആ തിരശീല പൊങ്ങിയപ്പോൾ ഗൗണും പൊങ്ങി. സോമൻ ഓടാനൊന്നും പറ്റില്ല, ഇത് നാടകമാണ്, അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ പൊങ്ങി. അവസാനം ഇവിടെ നിൽക്കുമ്പോൾ രാജാവിൻ്റെ ചെരുപ്പ്, ഒരു വള്ളിൻ ട്രൗസർ, ഒരു കിഴിഞ്ഞ ബനിയൻ, തലയിലൊരു കിരീടം ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പാത്തുമ്മ കണ്ടപ്പോൾ ഇറങ്ങി ഓടി. കല്ലായിന്ന് കൊയിലാണ്ടി വരെ ഓടിയെന്നാണ് കേട്ടത്. അതോടെ അവൻ നാടകമൊക്കെ നിർത്തി. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. സോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.